ഈ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്രോസ് ദ കൺട്രി മില്യൺസ് ഓഫ് ആൾക്കാരെ വളരെ കോമൺ ആയി എഫക്റ്റ് ചെയ്യുന്ന റെസ്പിറേറ്ററി അലർജീസിനെ കുറിച്ചും അത് നമ്മുടെ വെൽബീങ്ങിനെയും ലങ്സിനെയും എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ജോയിനിങ് us here is Dr. Shehnaz, a respected pulmonologist. So let's get started. Dr. Shehnaz, thanks for joining us. To start with, ഈ പൾമനോളജി എന്താണെന്നും ഹൗ ഡസ് ഇറ്റ് ഇന്റർസെക്ട് വിത്ത് അലർജീസ് എന്നുള്ളത് ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമോ? പൾമനോളജി അല്ലെങ്കിൽ പൾമണറി മെഡിസിൻ അല്ലെങ്കിൽ റെസ്പിറേറ്ററി മെഡിസിൻ, ഇങ്ങനെ പല നാമങ്ങളിലാണ് ഈ ഒരു സ്പെഷ്യാലിറ്റി അറിയപ്പെടുന്നത്. സിംപ്ലി മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശ്വാസകോശ രോഗ വിഭാഗം എന്ന് വേണം പറയാനായിട്ട്. അപ്പം ഇതിൽ പക്ഷേ ശ്വാസകോശം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ലങ്സ് ആണ്, ആ ഒരു ഏരിയ മാത്രമല്ല. നമ്മളുടെ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ്, അതായത് തൊണ്ട മുതൽ താഴോട്ടുള്ള വോക്കൽ കോഡിന് താഴെ ഉള്ള ഭാഗങ്ങളെയാണ് ടു ബി എക്സാക്റ്റ് നമ്മൾ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഏരിയയിലെ അസുഖങ്ങളാണ് ഈ ഒരു സ്പെഷ്യാലിറ്റിയിൽ വരുന്നത്. ഇപ്പോൾ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ എയർവേസ് വരും. എയർവേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വസിക്കുന്ന വായു അകത്തോട്ടും പുറത്തോട്ടും പോകുന്ന ട്യൂബുലാർ സ്ട്രക്ചേഴ്സാണ് എയർവേസ്. ഇത് കൂടാതെ നമ്മൾ ശ്വാസകോശം എന്ന് പറയുന്ന ലങ്സ്, അതാണ് പാരൻകൈമ എന്ന സയൻറ്റിഫിക് ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ബ്ലഡ് സപ്ലൈ, നമുക്കറിയാമല്ലോ ശ്വാസകോശത്തിൽ ഒരുപാട് ബ്ലഡ് സപ്ലൈ ഉള്ള ഒരു ഓർഗനാണ്. അപ്പോൾ അത് ബ്ലഡ് സപ്ലൈ ഹാൻഡിൽ ചെയ്യുന്ന വെസൽസ്, വാസ്കുലേച്ചർ, ഇതിൻ്റെ സപ്പോർട്ടിംഗ് ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, പിന്നെ ഇതുകൂടാതെ ലങ്സിനെ ആവരണം ചെയ്യുന്ന വളരെ തിന്നായിട്ടുള്ളൊരു ലൈനിങ് ഉണ്ട് കോൾഡ് പ്ലൂറ. ഇത്രയുമാണ് ടു ബ്രേക്ക് ഡൗൺ ഈ ഒരു ഓർഗൻ സിസ്റ്റത്തിൽ വരുന്ന ഒരു ഡിഫറെൻറ്റ് ഓർഗൻസ്. പിന്നെ ഇതിനെ സംബന്ധിക്കുന്ന അസുഖങ്ങളാണ് പൾമണറി മെഡിസിൻ്റെ ഒരു റീം എന്ന് പറയുന്നത്. ആൻഡ് കമ്മിങ് ടു അലർജീസ്, അലർജി ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിൽ നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒരു അസുഖമല്ല. പക്ഷേ പെർട്ടൈനിങ് ടു റെസ്പിറേറ്ററി സിസ്റ്റം, അലർജിക് സിംറ്റംസ് ഏറ്റവും കോമൺലി എഫക്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് റെസ്പിറേറ്ററി സിസ്റ്റം. ആൻഡ് നമ്മൾ ഏറ്റവും കോമൺലി കാണുന്ന അലർജിക് ഡിസീസസ് എല്ലാം റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ, സംടൈംസ് അപ്പർ റെസ്പിറേറ്ററി, സംടൈംസ് ലോവർ റെസ്പിറേറ്ററി, അങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഒരു കോമൺ ഒരാളോട് ചോദിച്ചാൽ പോലും അവർ അലർജി എന്ന് മനസ്സിലാക്കുന്നത് ചിലപ്പോൾ തുമ്മലോ അല്ലെങ്കിൽ ശ്വാസം മുട്ടലോ ഡ്രൈ കോഫോ ആയിരിക്കും. ഇതെല്ലാം തന്നെ റെസ്പിറേറ്ററി സിംറ്റംസ് ആണ്. ഇനി മറ്റ് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്ന, ഉദാഹരണത്തിന് ഇപ്പോൾ സ്കിന്നോ അല്ലെങ്കിൽ ഫുഡ് അലർജിയോ മറ്റു തരത്തിലുള്ള അലർജികളിലെല്ലാം റെസ്പിറേറ്ററി സിംറ്റംസ് ഓവർലാപ്പ് ചെയ്ത് വരാം. ഇത് കൂടാതെ നമ്മൾ സിവിയർ അലർജിക് റിയാക്ഷൻ, അതാണ് അലർജിയിലെ ഒരു ഡ്രെഡഡ് കണ്ടീഷൻ ഉള്ളത്. അനാഫിലാക്സിസ് എന്നാണ് അതിന് പറയുന്നത്. അനാഫിലാക്സിസിൽ ഒരു ക്രൈറ്റീരിയ, ഒരു മാനദണ്ഡം റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, അത് അക്യൂട്ട്, അത് പെട്ടെന്നുണ്ടാവുന്ന ശ്വാസം മുട്ടൽ ആയിട്ട് ചിലപ്പോൾ അനാഫിലാക്സിസ് ഉണ്ടാകാം. അപ്പോൾ ആ ഒരു ഏരിയയിലും ആ ഒരു കണ്ടീഷനിലും റെസ്പിറേറ്ററി സിസ്റ്റം ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ നമ്പർ ഓഫ് പേഷ്യൻസിനെ ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു റെസ്പിറേറ്ററി ഇഷ്യൂ എന്താണ്? അല്ലെങ്കിൽ ഇഫ് വി സ്പീക്ക് എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് അലർജി, what is the most common allergy seen? മോസ്റ്റ് കോമൺ നമ്മളുടെ പോപ്പുലേഷനിൽ ഐ തിങ്ക് ജനറലി എല്ലായിടത്തും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു റെസ്പിറേറ്ററി അലർജിക് റൈനൈറ്റിസ് ആണ്. അത് റൈനൈറ്റിസ് എന്ന് ഉദ്ദേശിക്കുന്ന മൂക്കിൻ്റെ ലൈനിങ്ങിൽ വരുന്ന, നേസൽ ലൈനിങ്ങിൽ വരുന്ന അലർജിക് ഇൻഫ്ലമേഷനാണ് ഈ റൈനൈറ്റിസ് ഉണ്ടാക്കുന്നത്. തുമ്മലായിട്ട്, മൂക്കിനകത്തെ ചൊറിച്ചിലായിട്ട്, തൊണ്ടയ്ക്കകത്തെ ചൊറിച്ചിലായിട്ട്, അല്ലെങ്കിൽ തൊണ്ടയുടെ ബാക്കിൽ ചൊറിച്ചിലായിട്ട്, ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഈ തുമ്മൽ ഉണ്ടാവുന്ന സമയത്ത് ആൾക്കാർക്ക് കണ്ണിലും കൂടെ ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാവും, കണ്ണ് ചുമന്ന് വരും. ഇതാണ് ഒരു ടിപ്പിക്കൽ സിംറ്റം അലർജിക് റൈനൈറ്റിസിൻ്റെ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ മൂക്കൊലിപ്പുണ്ടാവും, റിഫ്ലെക്സ് ആയിട്ട് ഒരുപാട്, റൈനോറിയ എന്ന് പറയും, ഒരുപാട് ക്ലിയർ ആയിട്ടുള്ള സെക്രീഷൻസ് മൂക്കിൽ നിന്ന് ആ ഒരു സമയത്തുണ്ടാവും. പിന്നെ ചിലർക്ക് ബ്ലോക്കേഴ്സ് എന്ന് നമ്മൾ പറയും, അതായത് അവർക്ക് മൂക്ക് അടപ്പായിരിക്കും അവരുടെ പ്രിഡോമിനൻറ്റ് സിംറ്റം റാദർ ദാൻ തുമ്മലും മൂക്കൊലിപ്പും അല്ലാതെ. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു റെസ്പിറേറ്ററി അലർജി. ഇതിന് തന്നെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രിവലൻസ് അടുത്ത് നിൽക്കുന്ന കണ്ടീഷനാണ് ആസ്മ. ഇപ്പോൾ നമ്മളുടെ ആൾക്കാരുടെ ഇടയിൽ ആസ്മ എന്ന് പറയുമ്പം ജനറലി എല്ലാവരും പറയും, അയ്യോ എനിക്ക് ആസ്മ ഇല്ല, എനിക്ക് ഒരിക്കലും ശ്വാസം മുട്ടൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ആസ്മ ശ്വാസം മുട്ടലായിട്ട് തന്നെ വരണമെന്നില്ല, ഡ്രൈ കോഫ് മാത്രമായിട്ട് വരാം. പക്ഷെ ഡ്രൈ കോഫിനെ അല്ല, ഡ്രൈ കോഫും ആസ്മ അല്ല, ഡ്രൈ കോഫിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്, റീസൺസ് ഉണ്ട്. അത് അലർജിക് റീസൺസ് തന്നെ ആസ്മ അല്ലാതെ ഉണ്ട്. അലർജിക് റൈനൈറ്റിസിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഓഫ് സിംറ്റം ആയിട്ട് ചിലപ്പം ഡ്രൈ കോഫ് പ്രത്യക്ഷപ്പെടാം.
ഇതൊക്കെയാണ് നമ്മൾ കോമൺലി കാണുന്ന സിംറ്റംസ്. ഞാൻ കണ്ടീഷൻ എന്നതിനേക്കാളും കൂടുതൽ അലർജിക് സിംറ്റത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. കാരണം ഒരു സിംറ്റം തന്നെ പല കണ്ടീഷൻസിൽ ഓവർലാപ്പ് ചെയ്ത് വരാം. അപ്പോൾ ഇതൊക്കെയാണ് തുമ്മൽ, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, ഡ്രൈ കോഫ്, ശ്വാസം മുട്ടൽ, ഇതൊക്കെയാണ് റെസ്പിറേറ്ററി അലർജിയിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഈ അലർജി എങ്ങനെയാണ് ലങ്സിൽ അല്ലെങ്കിൽ നമ്മുടെ എയർവേസിനെ എഫക്റ്റ് ചെയ്യുന്നത്? അലർജി ഒരു തരത്തിലുള്ളൊരു ഇൻഫ്ലമേഷൻ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലങ്സിൽ എഫക്റ്റ് ചെയ്യുമ്പം ബേസിക്കലി ഉണ്ടാവുന്നത് ഞാൻ ഈ പറഞ്ഞ എയർവേസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ ആ ട്യൂബുലർ സ്ട്രക്ചേഴ്സ്, വായുവിനെ ക്യാരി ചെയ്യുന്ന. അപ്പോൾ ഈ സ്ട്രക്ചേഴ്സിൻ്റെ, ആ ട്യൂബിൻ്റെ ഭിത്തികൾ, അതായത് വാൾസ്, അതിലാണ് ഈ അലർജിക് ഇൻഫ്ലമേഷൻ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഭിത്തിയിൽ പല ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും ഫൈനായിട്ടുള്ള ഇന്നർ ലെയർ, തിന്നായിട്ടുള്ള, അതിന് അത് കൂടാതെ അതിൻ്റെ പുറമെ മസ്കുലർ ലെയർ ഉണ്ട്, ഒരു കാർട്ടിലേജ് സപ്പോർട്ട് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഏറ്റവും അകത്തുള്ള മ്യൂക്കോസൽ ലൈനിങ്ങിലും മസ്കുലാർ ലെയറിലും എല്ലാം ഇൻഫ്ലമേറ്ററി സെൽസ് വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഈ മസിൽസ് ചുരുക്കം, ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മസിൽസ് കൺസ്ട്രിക്റ്റഡ് ആവുമ്പോഴത്തേക്കും ഒരു സർക്കുലർ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ മൊത്തം ആ ട്യൂബിൻ്റെ സൈസ് അങ്ങ് ചെറുതാവുകയാണ്. അപ്പോൾ എയർവേസിൻ്റെ സൈസ് ചെറുതാവുകയും, അതായത് ഈ വായുവിന് പോകാനുള്ള ആ സ്പേസ് ചുരുങ്ങുകയാണ് അവിടെ ചെയ്യുന്നത്. ഇത് കൂടാതെ ഇന്നർ ലൈനിങ്, മ്യൂക്കോസ എന്ന് പറയുന്ന ഇന്നർ ലൈനിങ്ങിലും ഏറ്റവും സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ ഒരു നീര് പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവുകയും സെക്രീഷൻസ് കൂടുതലുണ്ടാവും. അപ്പോൾ ഈ സെക്രീഷൻസ് ബാക്കിയുള്ള സ്പേസിൽ സെക്രീഷൻസും കൂടെ വരുമ്പം അതൊരു വളരെ നാരോ ആവും, എയറിന് ട്രാവൽ ചെയ്യാനുള്ള സ്പേസ്. സെക്രീഷൻസ് എന്ന് പറയുമ്പോൾ വാട്ടർ സെക്രീഷൻസ് ആണോ? വാട്ടറി സെക്രീഷൻസ്, പക്ഷെ അത് യൂഷ്വലി മ്യൂക്കോയിഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു വഴുവഴുപ്പ് പോലെയുള്ള സെക്രീഷൻസ് ആണ് നമ്മൾ മ്യൂക്കോയിഡ് എന്ന് പറയുന്നത്. ലൈക്ക് ടോട്ടലി വാട്ടറി അങ്ങനെയല്ല, പക്ഷെ അത് അങ്ങനെ ഒരു ലൈക്ക് ലിക്വിഡ് ലൈക്ക് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയുള്ള സെക്രീഷൻസ് ആയിരിക്കും. ക്രോണിക്കലി ആസ്മാറ്റിക് ആയിട്ടുള്ളവർക്ക് കുറച്ചും കൂടെ തിക്കർ സെക്രീഷൻസ് ഉണ്ടാകും. അപ്പോൾ അത് അങ്ങനെ ആകുമ്പോഴത്തേക്കും എയർവേയിൽ ഈ ഒരു മസിലിൻ്റെ കൺസ്ട്രക്ഷനും സെക്രീഷനും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും എയർവേയുടെ സ്പേസ് വളരെ നാരോഡ് ആയിപ്പോകും. അതിൽ നിന്നാണ് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് സിംറ്റം ഓഫ് ആസ്മ, വീസിങ്, ചിലർ വിസിലടിക്കുന്ന പോലത്തെ ശബ്ദം വരുന്നു എന്ന് പറയുന്നത്. അത് അത്രയും നാരോ ആയിട്ടുള്ള എയർവേ സ്പേസസിൽ കൂടെ വായു സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ശബ്ദമാണ് അത്. നമ്മളൊരു സാധാരണ ഒരു വിസില് കാണുന്ന അതേ മെക്കാനിസം തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ അലർജൻസ് ഒരുപാടുണ്ട്, ലൈക്ക് അറൗണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് പോളൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ സർട്ടൻ കൈൻഡ്സ് ഓഫ് അലർജൻസ് ഉണ്ട്. സോ അതിൽ മോസ്റ്റ് കോമൺ കോസ് ഫോർ ആൻ അലർജി, ഇപ്പോൾ ലൈക്ക് കേരള പോലൊരു സ്റ്റേറ്റിൽ വി ഹാവ് ബോത്ത് ഏർബൻ ആൻഡ് റൂറൽ പോപ്പുലേഷൻ. സോ അങ്ങനെ ആ ഒരു സറൗണ്ടിങ്സ് എഫക്റ്റ് ചെയ്യുമോ ഈ അലർജിയുടെ കോസസിനെ, ഓർ എനിത്തിങ് ക്യാൻ ബി എ കോസ് ഫോർ അലർജി? ഡെഫിനറ്റ്ലി സറൗണ്ടിങ്സ് എഫക്റ്റ് ചെയ്യും. കാരണം അലർജിയിൽ ഒരു ജനറ്റിക് കോമ്പണൻ്റ് ഉണ്ട്, ഒരു എൻവിറോൺമെൻറ്റൽ കോമ്പണൻ്റ് ഉണ്ട്. ജനറ്റിക് സസെപ്റ്റബിലിറ്റി ഉള്ള ഒരാൾക്കാണ് അലർജിക് സിംറ്റംസ് ഉണ്ടാവുന്നത്, അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാവുന്നത്. പക്ഷേ ഇത് ആവണമെന്നുണ്ടെങ്കിൽ ആ പേഷ്യൻ്റ് എന്ത് അലർജിനോടാണോ സെൻസിറ്റൈസ്ഡ് ആയിട്ടിരിക്കുന്നത് അത് അവരുടെ എൻവിറോൺമെൻറ്റിൽ, അവരുടെ ചുറ്റുപാടിൽ അതുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ സിംറ്റം ഉണ്ടാവുള്ളൂ. എപ്പോഴും ബാഹ്യമായി വരുന്ന ഒരു വസ്തുവിനോട് നമ്മളുടെ ശരീരം അമിതമായ രീതിയിൽ റിയാക്ട് ചെയ്യുന്ന, അതിനെ ഫോറിൻ, അത് എൻ്റേതല്ല എന്ന് കണ്ട് അതിനെ റിയാക്ട് ചെയ്യുമ്പോഴാണ് അത് അലർജി ഉണ്ടാവുന്നത്. അപ്പോൾ ഈ രണ്ട് കോമ്പണൻസും അലർജിയിൽ വേണം, എങ്കിൽ മാത്രമേ ഒരാൾ സിംറ്റമാറ്റിക് ആവുന്നുള്ളൂ, ഒരാൾക്ക് അലർജിയുടെ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് റെസ്പിറേറ്ററി അലർജീസിൽ നമ്മൾ കാണുന്നത് ഹൗസ് ഡസ്റ്റ് മൈറ്റ് സെൻസിറ്റൈസേഷൻ ആണ്. ഇപ്പം ജനറലി ആൾക്കാർ പറയും പൊടി അലർജി. പക്ഷേ ഡസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹോമോജീനസ് ആയിട്ടുള്ള ഒരു സാധനമല്ല. അതായത് ഇപ്പം ഒരു ഓഫീസിലുള്ള ഡസ്റ്റും വീട്ടിലുള്ള ഡസ്റ്റും സെയിം ആയിരിക്കത്തില്ല. ഒരു വീടിലെ പല മുറികളിലുള്ള ഡസ്റ്റിൻ്റെ കോമ്പോസിഷൻ വരെ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഡസ്റ്റ് ഇസ് നോട്ട് എ ഹോമോജീനസ് തിങ്. അപ്പോൾ ഈ ഡസ്റ്റിനെക്കാളും ആ ഡസ്റ്റിലുള്ള കോമ്പണൻസ് ആണ് അലർജിക് സിംറ്റംസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഈ പറഞ്ഞ ഹൗസ് ഡസ്റ്റ് മൈറ്റ് ഉണ്ടാവും. ഹൗസ് ഡസ്റ്റ് മൈറ്റിൻ്റെ അതൊരു സൂക്ഷ്മജീവിയാണ്, നമുക്ക് നേക്കഡ് ഐസ് കൊണ്ട് കാണാനായിട്ട് പറ്റില്ല. അതിൽ നിന്ന് വരുന്ന ചില പ്രോട്ടീൻ കണ്ടെയ്നിങ് സബ്സ്റ്റൻസസ് ആണ് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നത്. അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള അലർജൻ.
ഇത് കൂടാതെ ചില കോക്രോച്ച്, പിന്നെ അതുപോലത്തെ ചില ഇൻസെക്ട്സിൻ്റെ ശരീരത്തിൽ നിന്നും വരുന്ന ഇതേപോലത്തെ പ്രോട്ടീനീഷ്യസ് കോമ്പണൻസ്, പെറ്റ്സിൽ നിന്നും വരുന്ന ചില അലർജൻസ് ഉണ്ട്. ഫംഗൽ സ്പോർസ്, അത് നനവ് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന്, ഇപ്പം വുഡ് വർക്ക് ആവാം അല്ലെങ്കിൽ ഭിത്തിയിലെ നനവാവാം, അവിടെയൊക്കെ ചില സ്ഥലങ്ങളിൽ നമുക്ക് പൂപ്പൽ വളരുന്നത് നമുക്ക് വിസിബിളി കാണാനായിട്ട് പറ്റും. അപ്പോൾ അതേപോലെ അടഞ്ഞു കിടക്കുന്ന വായുസഞ്ചാരമില്ലാതെ കിടക്കുന്ന മുറികളിൽ ഫംഗൽ ഇൻഫെസ്റ്റേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പൂപ്പലിൻ്റെ സ്പോർസ്, ഫംഗസിൻ്റെ സ്പോർസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഡസ്റ്റിൽ ഉണ്ടാവുന്നത്. ഇപ്പം പിന്നെ അത് ഈ പക്ഷികളെ വളർത്തുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ കോമ്പണൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡസ്റ്റ് അലർജി എന്ന് പറയുന്നത് ആസ് സച്ച് കോമൺലി ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും ഒരു ഹോമോജിനസ് ആയിട്ടുള്ള കാര്യമല്ല. അത് എന്ത് അലർജൻ ആണെന്നുള്ളത് അറിയണമെങ്കിൽ അതാത് കോമ്പണൻറ്റിനോടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ഈ കോമ്പണൻസിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ അലർജിക് സെൻസിറ്റൈസേഷൻ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഹൗസ് ഡസ്റ്റ് മൈറ്റിനോടാണ്. അപ്പോൾ അലർജി റിലേറ്റഡും അല്ലാത്തതുമായ റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ട്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. സോ അതിന് നമുക്ക് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ സിംറ്റംസ് ആയിരിക്കും ലൈക്ക് ഏർലി സ്റ്റേജിൽ? അലർജിയുടെ സിംറ്റംസ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഓർഗൻ സ്പെസിഫിക് ആണ്. അപ്പോൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, അതായത് നമ്മുടെ മൂക്ക്, തൊണ്ട, ആ ഭാഗങ്ങളിൽ ഇതുപോലെ തുമ്മൽ, അതിൻ്റെ കൂടെ കണ്ണ് ചൊറിച്ചിൽ, മൂക്കൊലിപ്പ്, ചിലർക്ക് മൂക്കടപ്പ്, തൊണ്ടയിൽ കൂടെ കഫം ഇറങ്ങുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ്, പോസ്റ്റ് നേസൽ ഡ്രിപ്പ് എന്നാണ് അതിന് പറയുന്നത്. പിന്നെ തൊണ്ടയിൽ ചൊറിച്ചിലുണ്ടാവും. പിന്നെ ചിലർക്ക് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, അത് പക്ഷേ ഏർലി സ്റ്റേജിലല്ല കാണുന്നത്. അങ്ങനെ സൈനസൈറ്റിസ്, ടോൺസിലൈറ്റിസ്, ഇയർ ഇൻഫെക്ഷൻസ്, ഇതൊക്കെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലോട്ട് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈ കോഫ്, പിന്നെ ശ്വാസതടസ്സം. ഇപ്പോൾ പിന്നെ നമ്മൾ വീസിനെ കുറിച്ച് സംസാരിച്ചു. ആ ഒരു ടിപ്പിക്കൽ ശബ്ദത്തോടു കൂടിയുള്ള, അത് ആൾക്കാർ കിറുകിറുപ്പെന്നോ അല്ലെങ്കിൽ ഇതേപോലെ വിസിലടിക്കുന്ന ശബ്ദമെന്നോ അല്ലെങ്കിൽ കുറുങ്ങൽ, ഇങ്ങനെയുള്ള ചില ലോക്കൽ ടേംസ് ഉപയോഗിച്ചിട്ടാണ് ആൾക്കാർ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മ്യൂസിക്കൽ ടോണിലുള്ള ആ ഒരു ശബ്ദം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ, എയർവേസിൻ്റെ സൈസിൻ്റെ ചുരുക്കം വരുമ്പോൾ മാത്രമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഒരു ആസ്മയുടെ ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം. ഓഫ് കോഴ്സ് വീസ് ആസ്മയിൽ മാത്രം കാണുന്ന ഒരു കണ്ടീഷൻ അല്ല, പക്ഷെ നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മൾ ഏറ്റവും കോമൺലി വീസ് കാണുന്നത് ആസ്മ അസോസിയേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ വേറെ ഏത് കണ്ടീഷനെ ഇൻഡിക്കേറ്റ് ചെയ്യും വീസിങ്? വീസിങ് കുറച്ച് മറ്റ് അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാവാം, ചില ഇൻഫെക്ഷൻസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാം. പിന്നെ ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ ഒരുപാട് ആൾക്കാർ, അതിന് മുന്നേ അലർജിയോ ആസ്മയോ ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ആ ഒരു സമയത്ത് വീസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഇത് കൂടാതെ ചില അക്യൂട്ടായിട്ട് വരുന്ന, സിവിയർ ആയിട്ട് വരുന്ന ചില ലങ് കണ്ടീഷൻസ് ഉണ്ട്. ഓക്സിജൻ്റെ അളവൊക്കെ താഴ്ന്നു വരുന്ന ചില ലങ് കണ്ടീഷൻസ് ഉണ്ട്, ARDS എന്നൊക്കെ പറയുന്ന, അതിനകത്ത് വീസിങ് ഉണ്ടാവാം. പിന്നെ ഈസ്നോഫിലിക് ന്യൂമോണിയാസ് വേറൊരു എൻറ്റിറ്റിയാണ്, അത് അലർജി അല്ല, അതിൽ വീസിങ് ഉണ്ടാവാം. അങ്ങനെ ഒരു സെറ്റ് ഓഫ് വേറെ കണ്ടീഷൻസ് വീസിങ് വരും. ഈ വീസിങ് യൂഷ്വലി ഉണ്ടാകുമ്പം ഇൻഹേലേഴ്സും ആൻറ്റിഹിസ്റ്റമിൻസും മാത്രമാണോ ദി സൊല്യൂഷൻ, ഓർ ഇസ് ദെയർ സംതിങ് എൽസ്? ഓക്കെ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, വീസ് പല കണ്ടീഷൻസിൻ്റെ ഒരു സിംറ്റം ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ ബ്ലൈൻഡ്ലി എന്തെങ്കിലും ഒരു മരുന്ന് അതിനെ ഉപയോഗിക്കുന്നതിനേക്കാളും ഒരു എക്സ്പേർട്ട് മെഡിക്കൽ ഒപ്പീനിയൻ എടുത്തിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഓഫ് കോഴ്സ് വീസ് ഏറ്റവും കൂടുതൽ നമ്മൾ ആസ്മ അല്ലെങ്കിൽ അലർജി കണ്ടീഷൻസിൻ്റെ കൂടെയാണ് കാണുന്നത്. അലർജി കണ്ടീഷൻസ് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ആസ്മ അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന വീസിന് ഈ പറഞ്ഞ പോലെയുള്ള മരുന്നുകൾ നല്ലതാണ്. ഇൻഹേലർ നമുക്ക് ബ്ലാങ്കറ്റ് ആയിട്ട് ഒരു സിംഗിൾ ടേമിൽ പറയാനും ബുദ്ധിമുട്ടാണ്, ബിക്കോസ് ഒരുപാട് തരത്തിലുള്ള ഇൻഹേലേഴ്സ് ഉണ്ട്, അതിൻ്റെ കണ്ടന്റ് വേറെയാണ്, ഓരോ മരുന്നിൻ്റെയും പേർപ്പസ് വേറെയാണ്. പിന്നെ ആൻറ്റിഹിസ്റ്റമീൻസും ഒരു പരിധി വരെ മാത്രമേ ഇതിനെ സഹായിക്കുള്ളൂ. ആസ്മയുടെ ട്രീറ്റ്മെൻറ്റ് പെർ സെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ പ്രാഥമികമായിട്ടും ഏറ്റവും പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന മരുന്ന് ഇൻഹെയിൽഡ് രൂപത്തിലുള്ള, അതായത് നമുക്ക് ശ്വസിക്കാവുന്ന രൂപത്തിലുള്ള മരുന്നുകളാണ്. ആസ്മാറ്റിക് വീസിന്
പ്രൈമറിലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂഷ്വലി വീസിങ് വരുമ്പോൾ കൊടുക്കുന്ന കൈൻഡ് ഓഫ് ഇൻഹേലേഴ്സ് ആണോ, അല്ല ഇപ്പം ശ്വാസം മുട്ടൽ ലൈക്ക് എ പേഴ്സൺ ഇസ് പ്രോൺ ഇങ്ങനെ ശ്വാസം മുട്ടലുണ്ട്, സോ അതിന് ഡെയിലി 2 times ഈ ഇൻഹേലർ യൂസ് അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുണ്ടോ, വീസിങ് വരുമ്പോൾ മാത്രമാണോ ഇൻഹേലേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓക്കെ, അത് വളരെ റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഇടയിലുള്ള ഒരു വളരെ വ്യാപകമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ ഇൻഹേലേഴ്സിനെ കുറിച്ച് ആൾക്കാരുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇൻഹേലർ 2 കാറ്റഗറിയിൽ നമ്മൾ ആസ്മയിൽ ഈ പറഞ്ഞതുപോലെ തന്നെ 2 കാറ്റഗറിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മരുന്നുകളുണ്ട്. അക്യൂട്ടായിട്ട്, അതായത് പെട്ടെന്നുണ്ടാകുന്ന ശ്വാസതടസ്സത്തിനെ റിലീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയ സമയത്തേക്ക് ആക്ട് ചെയ്യുന്ന ഷോർട്ട് ആക്ടിങ് ആയിട്ടുള്ള പെട്ടെന്ന് ഗുണം ചെയ്യുന്ന മരുന്നുകളാണ്. പക്ഷേ ഈ വിഭാഗത്തിൽ പെടുന്ന മരുന്നുകൾ നമുക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ആസ്മ മറ്റ് എല്ലാ അലർജിക് ഡിസീസസും പോലെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ്. ഈ ഇൻഫ്ലമേഷൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മൾ ഇത് ഭയങ്കരമായിട്ടുള്ള ശ്വാസമുട്ടലായിട്ടും വീസിങ് ആയിട്ടും പ്രകടമാകുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിനെ റിലീവ് ചെയ്യാനുള്ള മരുന്ന് ഉപയോഗിക്കുമ്പം ആ സമയത്തെ സിംറ്റംസ്, അതായത് ആ വീസിങ്ങോ അപ്പോഴത്തെ ശ്വാസമുട്ടലിന് മാത്രമേ അതൊരു ആശ്വാസം ഉണ്ടാക്കുന്നുള്ളൂ. ഈ നമ്മളുടെ എയർവേയുടെ ഭിത്തികളിൽ ഉള്ള ഇൻഫ്ലമേഷനെ ഇല്ലാതാക്കാനായിട്ട് പെട്ടെന്ന് ഉപയോഗിക്കുന്ന മരുന്നുകൾ കൊണ്ട് സാധിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെയിൻ്റനൻസ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്. മെയിൻ്റനൻസ് ഇൻഹേലേഴ്സ്, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ 2 നേരം ഉപയോഗിക്കുന്ന, 1 നേരം ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട് മെയിൻ്റനൻസ് തെറപ്പി ഉപയോഗിക്കുന്നത്. പക്ഷേ ആസ്മയുടെ ചികിത്സയിലെ ഏറ്റവും പുതുതായിട്ടുള്ള കോൺസെപ്റ്റ് സ്മാർട്ട് തെറാപ്പിയാണ്. SMART, അതായത് സിംഗിൾ മെയിൻ്റനൻസ് ആൻഡ് റിലീവിങ് തെറപ്പി ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലുള്ള മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് എ സിംഗിൾ ഇൻഹേലർ, ഒറ്റ ഇൻഹേലറാണ്. അപ്പോൾ ഈ ഇൻഹേലറിലുള്ള മരുന്ന് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇഫക്റ്റ് ഉണ്ടാവുന്നതും, എന്നാൽ മെയിൻ്റനൻസിന് നമുക്ക് ഇത് ലോങ് ആക്ടിങ് ആയിരിക്കും, പക്ഷെ അതിൻ്റെ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ പെട്ടെന്നായിരിക്കും. അതിന് സമയം വേണ്ട ആക്ട് ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായാലും ഒരു എക്സ്ട്രാ പഫ് ഇതിൻ്റെ എടുക്കാം, പക്ഷെ മെയിൻ്റനൻസ് ആയിട്ടും ഇത് ഉപയോഗിക്കാം. ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മളിപ്പം ആസ്മ ട്രീറ്റ് ചെയ്യുന്നത്. ഈ പഴയ കോൺസെപ്റ്റ് ഓഫ് പെട്ടെന്നുണ്ടാവുമ്പോൾ ഒരു മരുന്നെടുക്കുക, ദാറ്റ് ഈസ് ഔട്ട്. നമ്മൾ ഈ യൂഷ്വലി ഇൻഹേലേഴ്സിൽ യൂസ് ചെയ്യുന്ന ക്യാപ്സ്യൂൾസ് ഉണ്ടല്ലോ, അത് ലൈക്ക് സ്റ്റെറോയിഡ്സ് ആണോ, അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ? ഇൻഹേലറിൽ ഉപയോഗിക്കുന്ന പലതരം മരുന്നുകളുണ്ട്. അതിൽ ഒന്ന് സ്റ്റിറോയിഡ് ആണ്. ആസ്മയുടെ ട്രീറ്റ്മെൻറ്റിൽ ഇൻഹേൽഡ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഒരു വളരെ പ്രധാനപ്പെട്ട മരുന്നാണ്. സ്റ്റീറോയിഡ് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ രീതിയിലുള്ള ഇൻഫ്ലമേഷനെ നമുക്ക് ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ, അതിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീറോയിഡ് ഉപയോഗിച്ച് അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ എല്ലാവർക്കും അറിയാം, സ്റ്റീറോയിഡ് ഇതേപോലെ ഒരുപാട് ശരിയായ ധാരണകളും തെറ്റായ ധാരണകളും ആൾക്കാർക്ക് ഉള്ള ഒരു മരുന്നാണ്. സൈഡ് എഫക്ട്സ് ഉണ്ട് സ്റ്റീറോയിഡ്സിന്, അത് വാസ്തവമാണ്. ഈ സൈഡ് എഫക്റ്റിനെ സർക്കമെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ അത് ഒരു രോഗിയെ എങ്ങനെ ബാധിക്കാതെ ഇരിക്കാം, ആ രീതിയിലാണ് സ്റ്റീറോയിഡ്സിനെ നമ്മൾ ആസ്മയുടെ ട്രീറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ഇൻഹേൽഡ് രൂപത്തിൽ, അതായത് ശ്വസിക്കാവുന്ന രൂപത്തിൽ തന്നെ എടുക്കുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ഗുളികയുടെ രൂപത്തിൽ സ്റ്റീറോയിഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കൂടുതൽ ഹയർ ഡോസ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കാരണം ഇത് നമ്മൾ വിഴുങ്ങാണ് ചെയ്യുന്നത്. അത് വയറിലെത്തി അത് ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനിൽ കൂടെ ശരീരത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എത്തും, കൂടെ ലങ്സിലും എത്തും. അങ്ങനെയാണ് അതിന് ബെനിഫിറ്റ് കിട്ടുന്നത്. പക്ഷെ ഒരു ഇൻഹേലർ രൂപത്തിൽ നമ്മൾ സ്റ്റീറോയിഡ് എടുക്കുമ്പോൾ അത് നേരിട്ട് ലങ്സിലേക്ക്, നേരിട്ട് എയർവേസിലേക്കാണ് എത്തുന്നത്. നമ്മൾ ഡയറക്റ്റ് ഡ്രഗ് ഡെലിവറി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോസ് മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് സ്റ്റീറോയിഡ്സ് ഇൻഹേലറിൽ എത്തുമ്പം അതിൻ്റെ ഡോസ് നല്ലോണം കുറച്ച് വെക്കാനായിട്ട് പറ്റുന്നത്. ഒരു മൈക്രോഗ്രാം, അതായത് ഒരു മില്ലിഗ്രാമിൻ്റെ തന്നെ 1000-ൽ 1 മൈക്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പം മൈക്രോഗ്രാം ഡോസസിലാണ് സ്റ്റീറോയിഡ് എപ്പോഴും ഇൻഹേലറിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സിസ്റ്റമിക് അബ്സോർപ്ഷൻ, അതായത് ഇത് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് മറ്റ് അവയവങ്ങളിൽ എത്തുമ്പോഴാണ് ഇതിൻ്റെ മറ്റ് സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നത്. സിസ്റ്റമിക് അബ്സോർപ്ഷൻ ഇതിൻ്റെ ഡോസ് തന്നെ കുറവാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സിസ്റ്റമിക് അബ്സോർപ്ഷനും കുറവാണ്. സിസ്റ്റമിക് അബ്സോർപ്ഷൻ ഉണ്ടാവില്ല എന്നല്ല, ഉണ്ടാകാം, വായിലൂടെ ഉണ്ടാവാം, തൊണ്ടയിലൂടെ ഉണ്ടാവാം, പക്ഷെ അത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ലോങ് ടേം ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് നമ്മൾ ഇൻഹേൽഡ് സ്റ്റീറോയിഡ്സിൽ കാണുന്നത് വളരെ കുറവാണ്.
അൺലെസ് വളരെ തീവ്രമായിട്ടുള്ള ആസ്മ ഉള്ളവർ വളരെ ഹൈ ഡോസ് ആയിട്ടുള്ള സ്റ്റിറോയിഡ് മൾട്ടിപ്പിൾ ടൈംസ് എ ഡേ ഒരുപാട് പ്രാവശ്യം തുടർച്ചയായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നവർ, അല്ലെങ്കിൽ സിവിയർ ആസ്മ ഉള്ളവർക്ക് അസുഖം പെട്ടെന്ന് തീവ്രമാവുമ്പം ഇൻഹെയിൽഡ് ആയിട്ട്, അതായത് ഈ രൂപത്തിലുള്ള മരുന്നിൽ ചിലപ്പോൾ അത് മതിയാവില്ല, അങ്ങനെയുള്ളവർക്ക് ഇഞ്ചക്ഷനോ വായിലൂടെ ഗുളിക രൂപത്തിലോ അങ്ങനെ കഴിക്കുന്നവർ, സ്ഥിരമായിട്ട് കഴിക്കുന്നവരിലൊക്കെയാണ് നമ്മൾ സ്റ്റിറോയിഡിൻ്റെ സൈഡ് എഫക്ട്സ് കൂടുതലായിട്ട് കാണുന്നത്. അല്ലാതെ ഒരു മോഡറേറ്റ് ഡോസ് ഓഫ് സ്റ്റീറോയിഡ് എല്ലാ ദിവസവും ഇൻഹേലറിൽ ഉപയോഗിക്കുന്നവരിൽ ഇതിൻ്റെ നമ്മൾ ഈ സാധാരണയായിട്ട് വരുന്ന സൈഡ് എഫക്ട്സ് ഒന്നും അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇനി ലൈക്ക് കമ്മിങ് ബാക്ക് ടു അലർജീസ്, ഇപ്പം ഏത് ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏത് കാറ്റഗറി ഓഫ് പീപ്പിൾ ആയിരിക്കും മോർ പ്രോൺ ടു അലർജീസ്? അലർജിക്ക് അങ്ങനെ ഒരു ഏജ് എന്ന് പറയാനായിട്ട്, ഓഫ് കോഴ്സ് നമ്മൾ കുഞ്ഞുങ്ങളിലാണ് അലർജി കൂടുതലായിട്ട് കാണുന്നത്. ഒരു എറ്റോപിക് മാർച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് കുഞ്ഞുനാളിലെ മുതൽ അത് സ്കിന്നിൻ്റെ അലർജിയായി, പിന്നെ അത് ശ്വാസം മുട്ടൽ, തുമ്മൽ, ഈ ഒരു സ്പെക്ട്രമായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് വരും. കുട്ടികളിലാണ് എപ്പോഴും ഈ ഒരു അലർജിക് ഡിസോർഡേഴ്സിൻ്റെ പ്രിവലൻസ് കൂടുതലായിട്ടുള്ളത്. അഡൽട്ട്സിലും ഉണ്ട്. നമ്മളുടെ പോപ്പുലേഷനിൽ അത്യാവശ്യം 10 to up to 30% ആൾക്കാർക്ക് വരെ അലർജിക് ഡിസോർഡേഴ്സ് ഉണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പിന്നെ സ്ത്രീകളിൽ പുരുഷന്മാരെക്കാളും ഒരല്പം കൂടുതലായിട്ട് ഇതിൻ്റെ പ്രിവലൻസ് കണ്ടുവരുന്നുണ്ട്. സോ ഡോക്ടർ, ആർക്കും എപ്പോൾ വേണോ ലൈക്ക് അലർജി ഡെവലപ്പ് ചെയ്യാമോ, ഓർ ഇസ് ഇറ്റ് ജെനറ്റിക്, സ്പെസിഫിക്കലി ജെനറ്റിക് ആണോ? അലർജിക്ക് ഡെഫിനറ്റ്ലി ഒരു ജെനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ജീൻ ആൻഡ് എൻവിറോൺമെൻറ്റ്, ഇത് രണ്ടിൻ്റെ ഇൻറ്ററാക്ഷനാണ് അലർജിക് സിംറ്റംസിന് ഉണ്ടാക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും അലർജിക് സിംറ്റം ഇപ്പം കുഞ്ഞുനാളിലെ ചിലർക്ക് കാണാറില്ല, കുറച്ച് കഴിഞ്ഞ് ചിലപ്പം അങ്ങനെ ഡെവലപ്പ് ചെയ്യാം, സാധ്യതയുണ്ട്. പിന്നെ ഫുഡ് അലർജിയും ഡ്രഗ് അലർജി, മരുന്നിനോടുള്ള അലർജിയും സ്പെസിഫിക്കലി നമ്മളിപ്പം തുടക്കത്തിലൊക്കെ കഴിക്കുമ്പം സിംറ്റം ഇല്ല, കുറച്ച് നാൾ ഞാൻ പണ്ട് മുതലേ കഴിച്ചുകൊണ്ടിരുന്നതാണ്, എനിക്ക് ഇത്ര നാളില്ലായിരുന്നു, ഇപ്പോൾ വന്നു, അങ്ങനെ അത് സംഭവിക്കാവുന്നതാണ്. കാരണം അലർജി ഉണ്ടാവണമെങ്കിൽ സെൻസിറ്റൈസേഷൻ എന്നൊരു പ്രക്രിയ നടക്കണം. അതായത് നമ്മൾ കഴിക്കുകയോ ശ്വസിക്കുകയോ ഏതെങ്കിലും രീതിയിൽ എക്സ്പോസ്ഡ് ആവുന്ന സാധനങ്ങളോട് നമ്മളുടെ ശരീരം അതിനെ ഫോറിൻ ആണ് എന്ന് അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെതിരെ ആൻറ്റിബോഡികൾ ഉണ്ടാക്കണം. ആ ആൻറ്റിബോഡികളാണ് ഈ അലർജിക് ഇൻഫ്ലമേഷൻ, അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുന്നത്. അതും ഒരു സർട്ടൺ എമൗണ്ടിൽ കൂടുതൽ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു അലർജിക് റിയാക്ഷനായിട്ട് പ്രകടമാവത്തുള്ളൂ. അപ്പോൾ ഈ സെൻസിറ്റൈസേഷൻ നമ്മൾ ആദ്യം ഒരു ഭക്ഷണം കഴിക്കുമ്പോഴോ, ഫസ്റ്റ് ടൈം കഴിക്കുമ്പോഴോ, അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു മരുന്ന് കഴിക്കുമ്പോഴോ സെൻസിറ്റൈസേഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് നിങ്ങൾ 4-മത്തെയോ 5-മത്തെയോ 10-മത്തെയോ 20-മത്തെയോ തവണ കഴിക്കുമ്പോഴായിരിക്കും ചിലപ്പം സെൻസിറ്റൈസേഷൻ ഉണ്ടാവുന്നത്. ആ സെൻസിറ്റൈസേഷൻ നടക്കുന്നതിന് ശേഷം മാത്രമേ അലർജിക് സിംറ്റംസ് ഉണ്ടാവത്തുള്ളൂ. പക്ഷേ നമ്മൾ ഇപ്പം റെസ്പിറേറ്ററി അലർജീസ്, അലർജിക് റൈനൈറ്റിസോ ആസ്മയോ ഒക്കെ നമ്മൾ ഒരു ഹിസ്റ്ററി എടുത്ത് പേഷ്യൻറ്റിനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹിസ്റ്ററിയിൽ നമ്മൾ ബാക്ക് ട്രേസ് ചെയ്യുമ്പോൾ അവർക്ക് ചെറുപ്പം മുതലേ ഉള്ള അൺഐഡൻറ്റിഫൈഡ്, അല്ലെങ്കിൽ അവരത് അലർജിയാണെന്ന് മനസ്സിലാക്കാത്ത രീതിയിലുള്ള സിംറ്റംസ് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റാറുണ്ട്. ഫുഡ് ആൻഡ് ഡ്രഗ് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഫ്റ്റർ റിപ്പീറ്റഡ് എക്സ്പോഷേഴ്സ് ആയിരിക്കാം. അതുകൊണ്ട് അപ്പോൾ ഈ യൂഷ്വലി അലർജി ഇപ്പോൾ ഈ എന്തെങ്കിലും ക്രോണിക് ഡിസീസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് ഉള്ള, ലൈക്ക് ഇപ്പം ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ ഡയബറ്റീസോ ഉള്ള പേഷ്യൻസിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു ചലഞ്ചായിട്ട് തോന്നിയിട്ടുണ്ടോ? അലർജിയുടെ ട്രീറ്റ്മെൻറ്റ് ചാലഞ്ച് ആവുന്നത് അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചിട്ടാണ്, റാദർ ദാൻ കോ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ്. ഇപ്പോൾ ഓഫ് കോഴ്സ് ചില മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുമ്പം കോ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. എസ്പെഷ്യലി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാർഡിയാക് ഡിസോർഡേഴ്സ് ഉള്ളവരിൽ അതിലുപയോഗിക്കുന്ന ചില ടൈപ്പ് ഓഫ് മരുന്നുകൾ നമുക്ക് ആസ്മ ഉള്ള പേഷ്യൻസിന് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചില കുറച്ച് മരുന്ന്, ലിമിറ്റഡ് നമ്പർ ഓഫ് മരുന്നുകൾക്ക് നമുക്കൊരു ഇൻട്രാക്ഷൻ വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. പക്ഷേ അതർവൈസ് സിവിയറിറ്റി ഓഫ് അലർജിക് ഡിസീസസ് ആണ് ചാലഞ്ച്, റാദർ ദാൻ എന്ത് മരുന്ന് ഉപയോഗിക്കുന്നു എന്നുള്ളതിനേക്കാൾ. പൊല്യൂഷൻ, ക്ലൈമറ്റിക് ചേഞ്ചസ്, ഇങ്ങനത്തെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ് ലൈക്ക് അലർജിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഇത് ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ ക്ലൈമാറ്റിക് ചേഞ്ചസിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചസ് അലർജിക് ഡിസീസസിനെ, ലങ് ഹെൽത്തിനെ ജനറലി അഡ്വേഴ്സ്ലി, അതായത് നെഗറ്റീവ്ലി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഉദാഹരണത്തിന് പോളൻ സീസൺസിൻ്റെ ചേഞ്ച്.
പോളൻ ഒരു വെരി വെൽ നോൺ അലർജൻ ആണ്. അത് ഒരു എയറോ അലർജൻ, അതായത് ശ്വസനത്തിലൂടെ എത്തുന്ന നമ്മളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു അലർജനാണ്. വളരെ തീവ്രമായിട്ടുള്ള അലർജിക് റൈനൈറ്റിസ്, ആസ്മ സിംറ്റംസ് ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് അലർജിക് റൈനൈറ്റിസ് സിംറ്റംസ് ഉണ്ടാക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു അലർജനാണ്. കണ്ണിൻ്റെ ചൊറിച്ചിൽ, അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസിലും പോളൻ വളരെ പ്രധാനമാണ്. അപ്പോൾ സീസണൽ ആയിട്ടുള്ള പോളൻ അലർജീസ് ഉണ്ട്. നമ്മളുടെ ഒരു സാഹചര്യത്തിൽ സീസണൽ കുറച്ച് കുറവാണ്. മിക്കവാറും പെരീനിയൽ സിംറ്റംസ്, അതായത് ത്രൂ ഔട്ട് ദ ഇയർ ചിലപ്പം കൂടും ചിലപ്പോൾ കുറയും, അങ്ങനത്തെ സിംറ്റമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പോളൻ സീസൺസിൽ ഈ ക്ലൈമാറ്റിക് ചേഞ്ചസ് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. പോളൻ സീസൺസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട്. അപ്പോൾ നേരത്തെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു വർഷത്തിൽ ഒരു 3 മാസക്കാലം അലർജിക് റൈനൈറ്റിസിൻ്റെ സിംറ്റംസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് വർഷങ്ങൾക്കിപ്പുറം നോക്കുമ്പം സിംറ്റമാറ്റിക് ആയിരിക്കുന്ന സമയം കൂടുതലായിട്ട്, അതായത് 4-5 മാസമായിട്ട് അങ്ങനെ പയ്യെ ഗ്രാജ്വലി അത് കൂടി വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ ഒരു ഫാക്ടർ പൊല്യൂഷനാണ്. പെർട്ടിക്കുലേറ്റ് മാറ്റർ, സസ്പെൻഡഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ അലർജിക് ഇൻഫ്ലമേഷനെ ജനറലി ലങ് ഹെൽത്തിനെയും മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങളെയും, ശ്വാസകോശ രോഗ അസുഖങ്ങളെ കൂട്ടുന്ന ഒരു ഫാക്ടറാണ് പൊല്യൂഷൻ. അത് ഔട്ട്ഡോർ പൊല്യൂഷൻ ആകാം, ഇൻഡോർ പൊല്യൂഷൻ ആവാം. ഇൻഡോർ പൊല്യൂഷൻ ഇൻ ദ സെൻസ് ഈ ബയോമാസ് ഫ്യൂവലിൻ്റെ ഉപയോഗം, അകത്തിരുന്ന് സ്മോക്ക് ചെയ്യൽ, അതൊക്കെ ഇൻഡോർ പൊല്യൂഷനായിട്ട്, വിറകിൻ്റെ ഉപയോഗം. നമ്മളുടെ സ്റ്റേറ്റിലല്ലെങ്കിലും പുറത്ത് നമ്മൾ ഈ ചാണകവരളികൾ ഉപയോഗിച്ച് കുക്കിംഗ് ചെയ്യുന്ന, അടഞ്ഞ സാഹചര്യങ്ങളിൽ കുക്ക് ചെയ്യുന്ന സ്ത്രീകൾ, അപ്പോൾ അതൊക്കെ ലങ് ഹെൽത്തിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ലൈക്ക് എന്ത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവന്നാലായിരിക്കും ഈ അലർജിയെ നമുക്കൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ ലൈക്ക് ഇപ്പം ഈ പീപ്പിൾ യൂസ് എയർ പ്യൂരിഫയേഴ്സ് അറ്റ് ഹോം, അല്ലെങ്കിൽ പീപ്പിൾ യൂസ് മാസ്ക്. സോ അതൊക്കെ ഒരു സർട്ടൻ ലിമിറ്റ് വരെ ആയിരിക്കാം. ബട്ട് ടു ഹൗ എക്സ്റ്റെൻഡ് നമുക്ക് അലർജീസ് കൺട്രോൾ ചെയ്യാൻ പറ്റും? അപ്പോൾ ഏത് അലർജനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ അതിനെ നമുക്ക് ഒഴിവാക്കാനായിട്ടും പറ്റുള്ളൂ. ഇപ്പോൾ നേരത്തെ പെറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ നമുക്കൊരു ടെസ്റ്റിലൂടെയോ അല്ലെങ്കിൽ പെറ്റ് എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ മാത്രം സിംറ്റംസ് ഉണ്ടാകുന്നു, അങ്ങനെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അലർജി ടെസ്റ്റിലൂടെ വേണം കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത ഏറ്റവും കോമൺ ആയിട്ടുള്ള അലർജൻ ഹൗസ് ഡസ്റ്റ് മൈറ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഉള്ള ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെഷേഴ്സ് വീട് ഡസ്റ്റ് ഫ്രീ ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ എയറോ അലർജൻസിന് വേണ്ടിയിട്ടാണ് താങ്കൾ നേരത്തെ പറഞ്ഞ ഫിൽറ്റേഴ്സ്. പക്ഷേ എല്ലാ ഫിൽറ്റേഴ്സും അതിന് ഹെൽപ്പ് ചെയ്യുന്നില്ല. ഹെപ്പ ഫിൽറ്റേഴ്സ് ഒരു പരിധി വരെ ഈ പാർട്ടിക്കിൾസ്, വളരെ ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് ഇതെല്ലാം. കാരണം ഇത് നമ്മൾ ശ്വസിച്ച് നമ്മുടെ ശ്വാസകോശത്തിൽ എത്തണം, ഇതിനെ തടയാനുള്ള മറ്റു മെക്കാനിസത്തിനെ എല്ലാം അതിജീവിച്ച് അത് അകത്ത് എത്തണമെന്നുണ്ടെങ്കിൽ അത്ര ഫൈൻ പാർട്ടിക്കിളിനെ പറ്റുള്ളൂ. അപ്പോൾ ആ ഫൈൻ പാർട്ടിക്കിളിനെ ഫിൽറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെപ്പ ഫിൽറ്റേഴ്സ് മാത്രമേ അല്പമെങ്കിലും അത് എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഹൗസ് ഡസ്റ്റ് മൈറ്റിനെ അവോയ്ഡ് ചെയ്യാനാണ് നേരത്തെ ക്ലീൻ ആയിട്ടുള്ള ഡസ്റ്റ് ഫ്രീ എന്നത് ഒരു ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് എ കോൺസെപ്റ്റ്. നമുക്ക് എത്ര സ്ട്രിഞ്ചൻ്റ് ആയിട്ട് വീടിനെ ഡസ്റ്റ് ഫ്രീ ആക്കാൻ പറ്റും എന്നുള്ളത് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. പിന്നെ നമുക്ക് അലർജൻ പ്രൂഫായിട്ടുള്ള മാട്രസ് എൻകേസിങ്സ്, അത് നമുക്കിപ്പം ആമസോണിലൊക്കെ നോക്കുകയാണെങ്കിൽ വാട്ടർ പ്രൂഫ് മാട്രസ് എൻകേസിങ് ഒരുപാട് കിട്ടും. ചിലപ്പോൾ അവരതിനെ ആൻറ്റി അലർജൻ ആയിട്ടും പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കാണാം. പക്ഷേ എല്ലാ മാട്രസ് എൻകേസിങ്ങും അലർജൻ പ്രൂഫ് അല്ല. അത് സർട്ടിഫൈഡ് ആയിട്ടുള്ള കമ്പനീസ്, അതിനൊരു പോർ സൈസ് ഉണ്ട്. കാരണം ഈ എൻകേസിങ്ങിൻ്റെ പേർപ്പസ് മെത്തയിൽ നിന്നോ പില്ലോയിൽ നിന്നോ വരുന്ന ഫൈൻ ആയിട്ടുള്ള അലർജനെ അതിൽ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ്. അതെ, അപ്പോൾ അതൊരു ക്ലോത്ത് കൊണ്ടോ അങ്ങനെ നടക്കില്ല. അപ്പോൾ അത് വളരെ ഫൈൻ വോവൺ ആയിട്ടുള്ള, വളരെ സ്ട്രിക്ട്ലി കൺട്രോൾഡ് പോർ സൈസ് ഉള്ള മെറ്റീരിയൽസ് കൊണ്ട് മാത്രമേ അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ രീതിയിലുള്ള സിപ്പേർഡ് ആയിട്ടുള്ള, അതായത് ഫുള്ളി കവേർഡ് ആയിട്ടുള്ള മാട്രസ് ആൻഡ് പില്ലോ എൻകേസിങ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് കിട്ടും. അത് ഒരു പരിധിവരെ ഈ ഒരു സിംറ്റത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും.
പിന്നെ ജനറലി ഇപ്പോൾ അലർജി ഉള്ള ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ബെഡ്റൂമാണ് നമ്മൾ കൺസിസ്റ്റൻ്റ്ലി ഏറ്റവും കൂടുതൽ ഒരു സമയം ഉപയോഗിക്കുന്ന ഒരു റൂം ക്ലീൻ ആക്കി വെക്കുക. പിന്നെ ഇതേപോലത്തെ ഡസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യാൻ സാഹചര്യം ഉണ്ടാക്കുന്ന വസ്തുക്കൾ, ഉദാഹരണത്തിന് കാർപ്പറ്റുകൾ, ഹെവിലി അപ്ഹോൾസ്റ്റേർഡ് ആയിട്ടുള്ള കുഷൻസ്, ഫേർണിച്ചേഴ്സ്, ഹെവി കർട്ടൻസ്, നമുക്ക് ഊരി കഴുകാൻ ബുദ്ധിമുട്ടുള്ള കർട്ടൻസ്, വൂളൻ ആയിട്ടുള്ള ലൈക്ക് ലിനൻ, ഡുവേ, അങ്ങനെയുള്ള സാധനങ്ങൾ. ബെഡ് ലിനൻ എല്ലാം നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ റിമൂവ് ചെയ്ത് ഹോട്ട് സൈക്കിളിൽ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഫ്രീസ് ചെയ്യണം. ഇത് രണ്ടുമാണ് ഈ ഹൗസ് ഡസ്റ്റ് മൈറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ മിനിമം ശ്രദ്ധിക്കുകയാണെങ്കിൽ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ സ്റ്റഫ് ടോയ്സ് വളരെ പ്രിയങ്കരമാണ് കുട്ടികൾക്ക്. പക്ഷേ സ്റ്റഫ് ടോയ്സ് ഹൗസ് ഡസ്റ്റ് മൈറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അവരുടെ ഉറക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബെഡ്റൂം സ്പേസ്, സ്റ്റഡി സ്പേസ് ഒക്കെ ടൈഡി ആക്കിയിട്ട് പഴയ പുസ്തകങ്ങൾ അക്യുമുലേറ്റ് ചെയ്യാതെ അങ്ങനെയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അലർജൻ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പെസ്റ്റ് കൺട്രോൾ, കോക്രോച്ചസ് ഒരു നോൺ അലർജനാണ്, അതിനെ അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് അലർജൻ അവോയ്ഡൻസിൽ ജനറലി ചെയ്യാനുള്ള മെഷേഴ്സ്. മറ്റുള്ള ഇപ്പം ഡസ്റ്റ് മൈറ്റ് നമുക്ക് എൻറ്റയർലി അവോയ്ഡ് ചെയ്യാൻ, അതായത് മറ്റ് സാഹചര്യങ്ങളിൽ നമുക്ക് പറ്റില്ല. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും, പക്ഷെ അതർവൈസ് അതിനെ ഫുള്ളി നമുക്ക് ഒഴിവാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഈ മാസ്ക് വെയർ ചെയ്താൽ അലർജീസ് ഇതേപോലെ ഒരു പരിധി വരെ അത് സഹായിക്കും. പക്ഷെ എല്ലാ മാസ്കും നേരത്തെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഫിൽറ്ററിംഗ് പർപ്പസ് ഉണ്ടാവില്ല. പിന്നെ പരിമിതിയുണ്ട് ഇതെല്ലാം ഉപയോഗിക്കുന്നതിന്. ചിലപ്പം ആക്റ്റീവായിട്ടുള്ള റെസ്പിറേറ്ററി സിംറ്റംസ്, ചുമയോ ശ്വാസമുട്ടലോ ഉള്ള ആൾക്ക് ഒരു മാസ്ക് ഉപയോഗിക്കാൻ പറയുന്നത് അവർക്ക് തന്നെ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. പിന്നെ ഒരു പരിധി വരെ അലർജൻസിനെ അവോയ്ഡ് ചെയ്യാൻ മാസ്ക് സഹായിക്കും, തീർച്ചയായിട്ടും സഹായിക്കും. ഇപ്പോൾ ഈ ഇൻഡോർ പെറ്റ്സ് എന്ന് പറയും, ഈ പെറ്റ്സിൻ്റെ ഹെയർ മാത്രമായിരിക്കും അലർജിക്ക് കോസ് ആവുന്നത്? അതോ ഇപ്പോൾ അവർ ഇപ്പോൾ ഫേസിൽ അവർ ലിക്ക് ചെയ്തു, അതൊരു അലർജി കോസ് ചെയ്യുന്ന ഒരു റീസൺ ആവാമോ? ഓക്കെ, പെറ്റ്സിൻ്റെ അലർജൻ എന്ന് പറയുന്നത്, അലർജൻസ് മോസ്റ്റ്ലി പ്രോട്ടീനീഷ്യസ് സബ്സ്റ്റൻസസ് ആണ്. അലർജിക്ക് ആ ഒരു ആൻറ്റിബോഡി ഉണ്ടാക്കാൻ, സെൻസിറ്റൈസേഷൻ ഉണ്ടാക്കാൻ പ്രോട്ടീൻ സബ്സ്റ്റൻസസിനെ പറ്റത്തുള്ളൂ. അപ്പോൾ പെറ്റിൻ്റെ അലർജൻ ആക്ച്വലി അവരുടെ ഒരു സെക്രീഷനാണ്, അവരുടെ സ്കിന്നിൽ നിന്നും വരുന്ന സെക്രീഷൻ, പെരി എയ്നൽ ഗ്ലാൻസിൽ നിന്നും വരുന്ന സെക്രീഷൻസ്. ഇപ്പം നമുക്ക് സ്വെറ്റ് ഉണ്ടാവുന്നു, സെബേഷ്യസ് ഗ്ലാൻസിൽ നിന്ന് സീബം ഉണ്ടാവുന്നു, അതേപോലെ തന്നെ ഒരു സെക്രീഷനിൽ നിന്ന് വരുന്ന പ്രോട്ടീനീഷ്യസ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ആക്ച്വലി പെറ്റിൽ അലർജൻ ആയിട്ട് കാണുന്നത്. ഹെയർ ആസ് സച്ച് അല്ല, അല്ലെങ്കിൽ ഹെയർ മാത്രമല്ല. അപ്പോൾ ഇത് ഷെഡ് ചെയ്യുന്ന ഹെയറിൽ ഇത് പറ്റിപ്പിടിച്ചിരിക്കും, ആൻഡ് ഹെയർ ആണ് ഇത് പ്രൊഫ്യൂസ്ലി ഷെഡ് ചെയ്യുന്നതും അലർജൻ ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു മീഡിയവും എല്ലാം. അപ്പോൾ അത് ഹെയർ എക്സ്ക്ലൂസീവ്ലി അല്ല. മേജർ അലർജൻ ഞാൻ ഈ പറഞ്ഞ പോലെ സെക്രീഷൻസ് ആണ്. അപ്പോൾ ഈ അലർജീസ് ആക്ച്വലി കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റുമോ, ഓർ ലൈക്ക് വി ക്യാൻ മാനേജ് ഇറ്റ് ഇൻ ദി ലോങ് റൺ ഓർ ഓവർ ടൈം? എങ്ങനെയാണത്? അലർജി ക്യൂർ ചെയ്യാന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് നടക്കില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ജീൻ ആൻഡ് എൻവിറോൺമെൻറ്റ് ഇൻട്രാക്ഷൻ ആണ് അതിനെ അലർജി സിംറ്റംസ് ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ജനറ്റിക് സസെപ്റ്റബിലിറ്റിയെ നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത് എൻവിറോൺമെൻറ്റിനെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ആ സസെപ്റ്റബിലിറ്റി മീഡിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ മരുന്നിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇല്ല എന്ന് വേണം പറയാനായിട്ട്. പക്ഷേ ഒരു രോഗി ഒരു സൊല്യൂഷൻ തേടിയാണ് നമ്മളുടെ അടുത്ത് എത്തുന്നത്. അപ്പോൾ പല ആൾക്കാരുടെയും ഒരു ധാരണ ഒരു പനിയോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷനോ, യൂറിനറി ഇൻഫെക്ഷനോ, ന്യൂമോണിയോ, ഏത് രീതിയിലും അത് അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം പോലെ ഒരു നിശ്ചിത അളവിൽ നിശ്ചിത കാലത്തേക്ക് ശരിയായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഇത് മുഴുവനായിട്ട് മാറും എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു ക്യൂർ അലർജിയിൽ നമുക്ക് ഉറപ്പ് തരാനായിട്ട് പറ്റില്ല. ഓഫ് കോഴ്സ് എൻവിറോൺമെൻറ്റ് മാറുന്നതിനനുസരിച്ച് സിംറ്റം കൂടുകയും ചിലപ്പോൾ കുറയുകയും ആൾക്കാർ ടോട്ടലി സിംറ്റമാറ്റിക് ആവുകയും അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ ആ ജനറ്റിക് സസെപ്റ്റബിലിറ്റി, ആ ടെൻഡൻസി അത് ഒരിക്കലും ഇല്ലാണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്യൂർ ഓഫർ ചെയ്യാനില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു ഹോപ്പ് തരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഇമ്മ്യൂണോതെറാപ്പിയാണ്. കുറച്ച് ലോങ് ഡ്യൂറേഷൻ ട്രീറ്റ്മെൻ്റ് ആണത്.
ഇമ്മ്യൂണോതെറാപ്പി നിശ്ചിതമായ അളവിൽ നിശ്ചിതമായ കാലത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഒരുപാട് വർഷങ്ങളോളം അതിൻ്റെ ബെനിഫിറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. സിംറ്റം ഫ്രീ ആയി മരുന്നിൻ്റെ സഹായമില്ലാതെ ഒരുപാട് വർഷങ്ങളോളം മുന്നോട്ട് പോകാൻ ആൾക്കാർക്ക് പറ്റാറുണ്ട്. അപ്പോൾ ഈ നോർമൽ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ട്രീറ്റ്മെൻറ്റ്സും ഈ ഇമ്മ്യൂണോതെറാപ്പി നമ്മൾ ലൈക്ക് ഹൗ ഡസ് ഇറ്റ് ഡിഫർ? ഓക്കെ, ഇമ്മ്യൂണോതെറാപ്പി ഇപ്പോൾ ഉള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്, അതായത് വർഷങ്ങളായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ മറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പോൾ ആസ്മയിൽ നമ്മൾ പറഞ്ഞു നമ്മൾ ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്നു. അലർജിക് റൈനൈറ്റിസിൽ നമ്മൾ പ്രാഥമികമായിട്ട് ഉപയോഗിക്കുന്നത് നീസൽ സ്പ്രേസ് ആണ്. അതും ഒരു വളരെ ലോ ഡോസ് ആയിട്ടുള്ള സ്റ്റിറോയിഡ് തന്നെയാണ്. അപ്പോൾ ഇതിൽ എല്ലാം ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ആ സിംറ്റത്തിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, അവരുടെ ലക്ഷണങ്ങളെ. അതായത് ഈ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ചില കെമിക്കൽസ് ഉണ്ട്, ഹിസ്റ്റമീൻസ് എന്നൊക്കെ പറഞ്ഞ്, അതിൻ്റെ ആക്ഷനെ നമ്മളവിടെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ആൾക്കാർക്ക് സിംറ്റം ഉണ്ട്, പേഷ്യൻ്റ് സിംറ്റം ഉണ്ടാവുന്നില്ല. പക്ഷേ ഇമ്മ്യൂണോതെറാപ്പിയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് സിംറ്റത്തിനെയല്ല ക്യൂർ ചെയ്യുന്നത്, അതെ കോസിനെയാണ് അത് അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ അലർജനോട് നമ്മൾ സെൻസിറ്റൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ അളവിൽ കിട്ടിയാൽ പോലും ആ പേഷ്യൻറ്റിന് സിംറ്റം ഉണ്ടാവും. ഇമ്മ്യൂണോതെറാപ്പിയിൽ ചെയ്യുന്നത് ഈ അലർജനെ വളരെ ചെറിയ എമൗണ്ടിൽ തുടങ്ങി ആ പേഷ്യൻ്റെ ശരീരത്തിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ദ എൻറ്റയർ പോയിന്റ് ഇസ് നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ ടോളറൻസ് ബിൽഡ് ചെയ്യാണ്, ഇമ്മ്യൂൺ ടോളറൻസിനെ ബിൽഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് അലർജൻ പയ്യെ കൂട്ടിക്കൊണ്ടുവരും. അറ്റ് ദ എൻഡ് പേഷ്യൻറ്റിന് ഒരു അത്യാവശ്യം നല്ല അളവിൽ എക്സ്പോഷർ ഉണ്ടായാലും ആ അലർജൻ്റെ എക്സ്പോഷർ ഉണ്ടായാലും ദേ ഡോണ്ട് ഹാവ് സിംറ്റംസ്. അപ്പം ടോളറൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്മ്യൂണോതെറാപ്പിയുടെ കോൺസെപ്റ്റ്. അങ്ങനെയാണ്. അപ്പോൾ ഈ നോർമൽ മെഡിസിൻസ് കൊടുക്കുന്ന എല്ലാ കാറ്റഗറി ഓഫ് പീപ്പിളിലും ആൾക്കാർക്കും ഈ ഇമ്മ്യൂണോതെറാപ്പി യൂസ് ചെയ്യാൻ പറ്റുമോ? ഇമ്മ്യൂണോതെറാപ്പി ഉപയോഗിക്കാൻ ആസ് പെർ നമുക്കങ്ങനെ വലിയ കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയാനായിട്ടില്ല. പക്ഷേ ഇമ്മ്യൂണോതെറാപ്പി ബെറ്റർ എഫക്റ്റീവ് അല്ലെങ്കിൽ മോർ എഫക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അലർജിക് റൈനൈറ്റിസ് ആണ്. എസ്പെഷ്യലി അത് കുഞ്ഞുങ്ങളിൽ തന്നെ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. ഇമ്മ്യൂണോതെറാപ്പി ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും ഞാനീ പറഞ്ഞ പോലെ കുറച്ച് വർഷങ്ങളോളം ഇമ്മ്യൂണോതെറാപ്പിക്ക് ആവശ്യമായിട്ട് വരും. 3 വർഷത്തോളമെങ്കിലും ഇമ്മ്യൂണോതെറാപ്പി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ 3 വർഷങ്ങളോളം ഒരു രോഗിക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് അങ്ങനെയൊക്കെ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് അതൊരു വലിയ റീസണാണ് നമ്മൾ ഇമ്മ്യൂണോതെറാപ്പീനെ എല്ലാ ഫോം ഓഫ് അലർജിയിലും ഒരു പ്രൈമറി ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തത്. നമുക്ക് ഈ ചെറിയ ഡോസിലുള്ള മരുന്ന് ഉപയോഗിച്ച് അതിനെ മോഡുലേറ്റ് ചെയ്ത് കൂട്ടിയും കുറച്ചും സിംറ്റത്തിനെ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതാണ് നമ്മളിപ്പോഴും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആസ്മയുടെ കാര്യത്തിലും എല്ലാം നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി ഒരു ടുവേർഡ്സ് ആദ്യത്തെ ആ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് പ്രയോജനം കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതെ മാനേജ് ചെയ്യാൻ പറ്റുന്ന മറ്റ് സിംറ്റംസ് നമുക്കുണ്ട്, ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് നമുക്ക് എഫക്റ്റീവ് ആണെന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന സിംറ്റം ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അലർജിക് റൈനൈറ്റിസിലെ ഡെഫിനറ്റ്ലി ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള സിംറ്റം കൺട്രോൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റാറുണ്ട്. ഈ പോസ്റ്റ് കോവിഡ് ഈ റെസ്പിറേറ്ററി ഇഷ്യൂസ് കൂടുതൽ ട്രിഗർ ആയതായിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ അത് വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ഈ എക്സിസ്റ്റിംഗ് റെസ്പിറേറ്ററി ഇഷ്യൂസ് ട്രിഗർ ആവാൻ സാധ്യത കൂടുതലാണോ? ഓക്കെ, വൈറൽ ഇൻഫെക്ഷൻസ് റെസ്പിറേറ്ററി ഇഷ്യൂസിനെ ട്രിഗർ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു അണ്ടർലൈങ് ആസ്മ ഉള്ള ആൾക്ക് മൈൽഡർ ഫോംസ് ഓഫ് ആസ്മ ഉണ്ട്, അവർക്ക് അതർവൈസ് ചിലപ്പം കാര്യമായ സിംറ്റംസ് ഉണ്ടാകത്തില്ല. പക്ഷേ വൈറൽ ഇൻഫെക്ഷൻസ് ആസ്മേനെ ട്രിഗർ ചെയ്യും. വൈറൽ ഇൻഫെക്ഷൻസ് ഒരു വളരെ നോൺ ആണ്, വെൽ നോൺ ഒരു ട്രിഗർ ആണ് അത് അലർജി കണ്ടീഷൻസിന്, ആസ്മ സ്പെസിഫിക്കലി. പിന്നെ കോവിഡ്-19 ശേഷവും നമ്മൾ ഇതിന് മുന്നേ ആസ്മയോ അങ്ങനെ ഇല്ലാത്ത ആൾക്കാർക്ക് പുതുതായിട്ട് അതെ ഈ സിംറ്റം ആയിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഒരു ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, കോവിഡ് ഒരു ചെറിയ കാലയളവിനകത്ത് ഓൾമോസ്റ്റ് എൻറ്റയർ പോപ്പുലേഷനെ ബാധിച്ച ഒരു അസുഖമാണ്. അതേപോലെ അത്ര വ്യാപകമായി നമ്മുടെ പോപ്പുലേഷനിൽ മറ്റ് വൈറൽ ഇൻഫെക്ഷൻസ് ആ ഒരു പ്രിവലൻസ് കണ്ടിട്ടില്ല. അപ്പോൾ മോസ്റ്റ്ലി എല്ലാ വൈറൽ ഇൻഫെക്ഷൻസിനും ഈ ഒരു ടെൻഡൻസി ഉണ്ട്. കോവിഡിന് നമ്മൾ കൂടുതൽ ഈ ഒരു സിംറ്റം അതിൻ്റെ പ്രിവലൻസും കൂടെ കൊണ്ടായിരിക്കണം, അതൊരു ഫാക്ടർ ആയിരിക്കണം നമ്മൾ ഇത്രയും കൂടുതൽ കാണാനായിട്ട്. അങ്ങനെ വൈറൽ ഇൻഫെക്ഷൻസ് ട്രിഗേർഡായിട്ട് നമ്മൾ ഡെഫിനറ്റ്ലി കാണാറുണ്ട്. പിന്നെ കോവിഡ് കാരണം
അതർ റെസ്പിറേറ്ററി ഇഷ്യൂസ് നമ്മൾ കോവിഡ് ന്യൂമോണിയ എല്ലാം ആ ഒരു ടൈമിൽ കണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കോവിഡ് കാരണം ലങ്സിന് ചുരുക്കം എന്ന് അങ്ങനെ ഒരു പ്രചാരണം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ കോവിഡ് കാരണം ലങ്സിന് അങ്ങനെ പെർമനൻ്റ് ആയിട്ടുള്ള ഡാമേജ് വരുന്നതായിട്ട് കണ്ടിട്ടില്ല. ഓവർ ദ ലോങ് റൺ ഒരു പെർട്ടിക്കുലർ സമയം കഴിയുമ്പോൾ കോവിഡ് കാരണം ഉണ്ടായ ഓൾമോസ്റ്റ് എല്ലാ ചേഞ്ചസും റിവേഴ്സിബിൾ ആണ്, അത് മാറി വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പെർമനൻറ്റ് ഡാമേജ് അങ്ങനെ വരുന്നത് റാദർ റെയർ. ഇപ്പം ബൈ ബർത്ത് ഇപ്പോൾ ഒരാൾക്ക് ലൈക്ക് ഇപ്പോൾ 2 ലങ്സും 2 ഡിഫറെൻറ്റ് സൈസ് അങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ കുറച്ച് കൺജനിറ്റൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. അത് റെസ്പിറേറ്ററി ലൈക്ക് ഇഷ്യൂസ് ഉണ്ടാക്കാം. ലങ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സൈഡിലെ ലങ്സിന് എന്തെങ്കിലും അസുഖം, അത് ബൈ ബർത്ത് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ കാരണമോ TB പോലുള്ള അസുഖം കാരണം ഒരു ഫുൾ ലങ് ഡാമേജ് ആയി പോവുകയോ അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. പക്ഷേ ലങ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നോർമലായിട്ടുള്ള ലങ്സ് അല്ലെങ്കിൽ ഒരു ലങ്ങിൻ്റെ തന്നെ നോർമലായിട്ടുള്ള ഒരു ഭാഗം വേണമെങ്കിൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയും, അത് വികസിക്കും ടു റീപ്ലേസ് ദ ഫങ്ഷൻ ഓഫ് ദ ഡാമേജ്ഡ് ലങ്. അങ്ങനെ ഒരു പ്ലാസ്റ്റിസിറ്റി ലങ്സിന് ഉണ്ട്. അപ്പോൾ അതായത് ഫങ്ഷണൽ അല്ലാത്ത ലങ്സിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ ഓഫ് കോഴ്സ് അവർക്ക് സിംറ്റംസ് ഉണ്ടാവും, ഒരിക്കലും ശ്വാസം മുട്ടലോ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കില്ല. പക്ഷേ ഒരു പരിധി വരെ ഇത് സൈസ് എൻലാർജ് ചെയ്തിട്ട് അതിൻ്റെ ഫങ്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കൺജനിറ്റലായിട്ടും ഇങ്ങനെ കുറേ വാസ്കുലർ ചില ഒരു പ്രത്യേക ഭാഗത്തേക്കുള്ള വെസൽ സപ്ലൈ, ബ്ലഡ് സപ്ലൈ അബ്നോർമാലിറ്റീസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് ഈ എയർവേ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാതെ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു ഹോൾ ലങ് ഡെവലപ്പ് ചെയ്യുക, ഏജനസിസ് എന്ന് പറയും, അങ്ങനെയൊക്കെ ഒരുപാട് കൺജനിറ്റൽ കണ്ടീഷൻസ് ഉണ്ട്. അത്രയ്ക്ക് കോമൺ ഒന്നുമല്ല, പക്ഷേ ഡെഫിനറ്റ്ലി അങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ അലർജീസ് യൂഷ്വലി ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെ? ലൈക്ക് അലർജി ടെസ്റ്റ് ആണോ അതോ ഈ പൾമണറി ഫങ്ഷൻ ടെസ്റ്റും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമോ, അതോ രണ്ടും ഉണ്ടെങ്കിലാണോ? അലർജിയുടെ ഡയഗ്നോസിസ് ഏത് ഓർഗനിലാണ് അലർജി ബാധിക്കുന്നത് എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് നമ്മൾ സ്പെസിഫിക്കലി ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലെ അലർജി അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അലർജിയുടെ കോൺസെപ്റ്റിൽ പൾമണറി ഫങ്ഷൻ ടെസ്റ്റിന് ഒരുപാട് പർപ്പസസ് ഉണ്ട്. പക്ഷേ ആസ്മ അല്ലെങ്കിൽ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലെ അലർജീനെ ഡയഗ്നോസ് ചെയ്യാൻ, ആസ്മ ഡയഗ്നോസ് ചെയ്യാനാണ് നമ്മൾ ശരിക്കും പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് സ്പൈറോമെട്രി ഉപയോഗിക്കുന്നത്. പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ഒരു ബ്രോഡ് ടേം ആണ്. അതിൽ സ്പൈറോമെട്രി ഊതി പരിശോധന നമ്മൾ പറയുന്നത് മാത്രമല്ല വരുന്നത്. ബോൾസ് റേസ് ചെയ്യുന്നത് ഇസ് നോട്ട് എ ടെസ്റ്റ്, അത് ഇൻസെൻറ്റീവ് സ്പൈറോമെട്രി എന്ന് പറയുന്ന അത് ഒരു ഫോം ഓഫ് റെസ്പിറേറ്ററി എക്സസൈസ് ആണത്. നമ്മൾ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ സ്പൈറോമെട്രി എന്ന് നമ്മൾ പറയുന്നത് ഒരു ടെസ്റ്റാണ്. അതേപോലെ ലങ്സിൻ്റെ കപ്പാസിറ്റി പരിശോധിക്കുന്നത്, അത് ആസ്മയുടെ ഡയഗ്നോസിസിലാണ് ഉപയോഗിക്കുന്നത്. മറ്റ് അലർജീസിന് ആണ് നമ്മളിപ്പം അലർജിക് റൈനൈറ്റിസ് അങ്ങനെയുള്ള കണ്ടീഷൻസ്, അല്ലെങ്കിൽ ഫുഡ് അലർജി അങ്ങനെയുള്ള കണ്ടീഷൻസിനാണ് നമ്മൾ മറ്റ് ടെസ്റ്റുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ അലർജനെതിരായി നമ്മളുടെ ശരീരം ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ ആൻറ്റിബോഡിയുടെ ലെവൽ എത്രയുണ്ട്, ആൻറ്റിബോഡി ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ ലെവൽ എത്രയുണ്ട്, ഇതാണ് നമ്മൾ അലർജി ടെസ്റ്റുകളിൽ നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ബ്ലഡ് എടുത്തിട്ട് ഡയറക്റ്റ്ലി ആൻറ്റിബോഡിയുടെ ലെവൽ പരിശോധിക്കുന്ന അങ്ങനത്തെ ടെസ്റ്റുകളുണ്ട്. പിന്നെ സ്കിൻ പ്രിക്ക് ടെസ്റ്റ് ഉണ്ട്. അതായത് നമ്മളുടെ ചർമ്മത്തിൽ നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന അലർജൻ്റെ എക്സ്ട്രാക്ട്സ് ഉപയോഗിച്ച് ചെറുതായിട്ട് പ്രിക്ക് ചെയ്യുക, ഔട്ടർ ലെയർ ഓഫ് യുവർ സ്കിന്നിൽ മാത്രം പ്രിക്ക് ചെയ്ത് അതിനോട് റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ. ഇപ്പോൾ സെൻസിറ്റൈസ്ഡ് അല്ലാത്ത അല്ലെങ്കിൽ ആൻറ്റിബോഡി ഇല്ലാത്ത ഒരാൾക്ക് അവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല. ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു റിയാക്ഷൻ, ഇപ്പോൾ ഉറുമ്പ് കടിക്കുമ്പോഴൊക്കെ നമ്മളുണ്ടാകുന്ന വീൽ എന്ന് പറയുന്ന ആ രൂപത്തിൽ ഒരു റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതും ഇതേപോലെ സ്പെസിഫിക് ആൻറ്റിബോഡീസിനെ നോക്കുന്ന അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. പിന്നെ പുതുതായിട്ടുള്ള ഒരുപാട് ടെസ്റ്റുകൾ അലർജിയുടെ ഫീൽഡിൽ വരുന്നുണ്ട്. കോമ്പണന്റ് റിസോൾവ് ഡയഗ്നോസിസ്, അതേപോലെ ബാറ്റ് അല്ലെങ്കിൽ ബേസോഫിൽ ആക്ടിവേഷൻ ടെസ്റ്റ്, ഇതൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. നമുക്കത് അവൈലബിൾ ആയി വരുന്നതേ ഉള്ളൂ. പക്ഷേ അലർജിയുടെ ഒരു ഡയഗ്നോസ്റ്റിക് ലാൻഡ്സ്കേപ്പിനെ തന്നെ പൊളിച്ചെഴുതാൻ പറ്റുന്ന രീതിയിലുള്ള പരിശോധനകളാണ് ഇതെല്ലാം. അപ്പോൾ ഇപ്പോൾ ഫുഡ് അലർജിയാണ് നമ്മൾ ഇപ്പോൾ അതായിട്ടാണ് നമ്മൾ പോകുന്നത്. സോ ഏത് സ്പെസിഫിക് ഫുഡായിരിക്കാം അത് കോസ് ചെയ്തത്, അങ്ങനെ നമുക്ക് എങ്ങനെ അറിയാം? അപ്പം ഫുഡ് മാത്രമല്ല, ഏത് അലർജിയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പണൻറ്റ്
പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററിയാണ്. പേഷ്യൻറ്റിൻ്റെ അവർ പറയുന്ന സിംറ്റത്തിനെ എങ്ങനെ അതിനെ ഡെവലപ്പ് ചെയ്യണമെന്നും ഏത് രീതിയിലുള്ള കാര്യങ്ങളിലൂടെയാണ് നമുക്ക് അലർജി ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതെന്നും അറിവുള്ള ഒരു ക്ലിനീഷ്യന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടൂളാണ് പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി. ആ ഹിസ്റ്ററിയുടെ ബേസിസിൽ മാത്രമേ നമുക്ക് അലർജിക്ക് ടെസ്റ്റ് ചെയ്യണോ വേണ്ടയോ അല്ലെങ്കിൽ ഏത് ടെസ്റ്റുകൾ ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷനിൽ നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പം ഫുഡ് അലർജിയുടെ നമുക്ക് ഒരാൾക്ക് വളരെ സിമ്പിൾ ടേംസിൽ പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ ടൈപ്സ് ഓഫ് അലർജീസ് ഉണ്ട്. അതിൽ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പം പെട്ടെന്ന് ചൊറിഞ്ഞു തടിച്ച് വന്നു, ശ്വാസം മുട്ടലുണ്ടായി, ഇതൊക്കെയാണ് നമ്മൾ കോമൺലി അലർജി എന്ന ഒരാൾ കോമൺ മാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഇമ്മീഡിയറ്റ് അലർജി മാത്രമാണ്, അതായത് IgE മീഡിയേറ്റഡ്, നേരത്തെ പറഞ്ഞ ആൻറ്റിബോഡി ഉണ്ടാവുന്ന ഇമ്മീഡിയറ്റ് കൈൻഡ് ഓഫ് അലർജി. പക്ഷേ നോൺ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിലേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ IgE മീഡിയേറ്റഡ് ആയിട്ടുള്ള അലർജീസ് ഒരുപാടുണ്ട്. ഫുഡ് അലർജിയിൽ തന്നെ അത് ഒരു എൻറ്റയർ വേറൊരു സ്പെക്ട്രം ഓഫ് അലർജിക് ഡിസോർഡേഴ്സ് ആണത്. അപ്പോൾ അതിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ സിംറ്റം പറഞ്ഞു കൊടുത്ത് ഇന്നതാണെങ്കിൽ നിങ്ങൾക്ക് നോൺ IgE, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നേരത്തെ നമ്മൾ ഈ പറഞ്ഞ ഇമ്മീഡിയറ്റ് അലർജീസ്, എന്തെങ്കിലും കൾപ്രിറ്റ് ഫുഡ്, നമ്മൾ അലർജി ഉണ്ടെന്ന് സസ്പെക്ട് ചെയ്യുന്ന ആ ഒരു ഭക്ഷണ പദാർത്ഥം കഴിച്ചു കഴിഞ്ഞാൽ വിതിൻ 2 hours, പക്ഷെ മിക്കവാറും ആൾക്കാർക്ക് അത് 30 മിനിറ്റിനകത്ത്, അരമണിക്കൂറിനകത്ത് ഈ പറയുന്ന സിംറ്റംസ്, തീവ്രമായിട്ടുള്ള വയറുവേദന, മൾട്ടിപ്പിൾ ടൈംസ് വയറ്റിൽ നിന്ന് പോവുക, ചൊറിഞ്ഞ് തടിച്ച് വരിക, ശ്വാസതടസ്സം ഉണ്ടാവുക, മുഖത്ത് ചുണ്ടോ കണ്ണോ നീര് വെച്ച് വരിക, തൊണ്ടയിൽ പിടുത്തം അനുഭവപ്പെടുക, ഇതെല്ലാം അലർജിക് സിംറ്റംസ് ആണ്. ഇതിൽ ശ്വാസമുട്ടൽ ഉണ്ടാവുന്നതും അതേപോലെ BP ഫോൾ, ഹൈപ്പോ ടെൻഷൻ ഉണ്ടാവുക, തലകറക്കം ഉണ്ടാവുക, ബോധം കെട്ട് വീഴുക, ഇതെല്ലാം വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള സിവിയർ അലർജിക് റിയാക്ഷൻ്റെ ഫീച്ചേഴ്സാണ്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അനാഫിലാക്സിസ് എന്ന് വിളിക്കുന്നത്. ഇത് നമുക്ക് ഒരാൾക്ക് ഈസിലി പറഞ്ഞ് കൊടുക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരു സ്പെക്ട്രമാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ നോൺ IgE മീഡിയേറ്റഡ് നമുക്ക് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു കൺവേ. അതൊരു ക്ലിനീഷ്യൻ്റെ സഹായത്തോടെ മാത്രമേ അത് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒത്തിരി പേഷ്യൻസിനെ ഡോക്ടർ കാണുന്നുണ്ടാവും. അപ്പം വാട്ട് ഈസ് ദി ബിഗ്ഗസ്റ്റ് മിത്ത് ഓർ മിസ്കൺസെപ്ഷൻ പീപ്പിൾ ഹാവ് അബൌട്ട് ദിസ് അലർജി അല്ലെങ്കിൽ ആസ്മ? അലർജി ഇൻ ടോട്ടൽ എനിക്ക് തോന്നുന്നു ആൾക്കാർക്കുള്ള ഒരു വലിയ മിസ്കൺസെപ്ഷൻ ഇസ് ദാറ്റ് അത് ക്യൂറബിൾ ആണെന്നുള്ളത്. കാരണം ഒരുപാട് പേഷ്യൻസ് ആ ഒരു പ്രതീക്ഷയോടെയാണ് വരുന്നത്. പക്ഷെ നമുക്ക് ടോട്ടലി ഇതിനെ വേരോടെ ഇല്ലാതാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഒരുപാട് അസുഖങ്ങൾ അങ്ങനെയാണ്, നമുക്കതിനെ നിയന്ത്രിച്ച് നമ്മളുടെ ജീവിതത്തെ ബാധിക്കാതെ, അസുഖവും മരുന്നും നമ്മളുടെ ജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു പോയിന്റ് ഓഫ് ട്രീറ്റിംഗ്. പിന്നെ ആസ്മയിലെ ഏറ്റവും വലിയ മിസ്കോൺസെപ്റ്റ് ഞാൻ ഇപ്പോഴും കണ്ടിട്ടുള്ളത് ഇൻഹേലേഴ്സിനെ അസോസിയേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ ആസ്മ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് അത് അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതൊരു മാറാരോഗമാണ്, എനിക്കതില്ല എന്ന് ഡിനൈ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഞാൻ ഒരുപാട് പേരിൽ കണ്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, അലർജി സിംറ്റംസ് എന്ന് വിചാരിച്ച്, അലർജി ആണെന്ന് വിചാരിച്ച് പല അസുഖങ്ങളുടെയും നോൺ അലർജിക് ആയിട്ടുള്ള സിംറ്റത്തിന് അലർജി ആണെന്ന് തെറ്റിദ്ധരിക്കുകയും മറ്റ് പലരുടെയും പല സോഴ്സസിൽ നിന്നുള്ള അഡ്വൈസ് അനുസരിച്ച് പല ഭക്ഷണങ്ങൾ ഒഴിവാക്കി, ടു ദ എക്സ്റ്റെൻറ്റ് ദാറ്റ് റവ മാത്രം കഴിക്കുന്ന ഒരു 15 വയസ്സുള്ള ഒരു കുട്ടി റവ കൊണ്ടുണ്ടാക്കിയ പല പല ഭക്ഷണങ്ങൾ മാത്രം അമ്മ കൊടുക്കുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് കണ്ടത്. അതിൻ്റെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും തീവ്രമായിട്ടുള്ള ഒരു ഫുഡ് അവോയ്ഡൻസ് ആയിരുന്നു അത്. ആൻഡ് പോയിന്റ് ഇസ് ആ കുട്ടിക്ക് അലർജി അല്ലായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അനാവശ്യമായ രീതിയിൽ ഭക്ഷണം അവോയ്ഡ് ചെയ്ത്, അത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസിയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട്, അതൊരു വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ യൂഷ്വലി അലർജി വരും, അല്ലെങ്കിൽ ഇപ്പം എക്സസ് ആയിട്ട് തുമ്മുന്നു, ഇപ്പം കോൾഡ് അല്ല എന്നൊരു സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്ത് ആളുകൾ സെട്രിസിൻ എടുക്കും. അത് ടു ആൻ എക്സ്റ്റെൻറ്റ് അത് വാട്ട് ഈസ് യുവർ സേ ഓൺ ദാറ്റ്? സെട്രിസിൻ ഒരു ആൻറ്റിഹിസ്റ്റമീൻ മരുന്നാണ്. അലർജിയുടെ ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് വളരെ സഹായകരമായിട്ടുള്ളൊരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ആണ് സെട്രിസിൻ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കോൾഡും
എല്ലാ തുമ്മലും എല്ലാ ചുമയും അലർജി ആവണമെന്നില്ല. പിന്നെ ഒരു പരിധി വരെ ഇപ്പോൾ ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടാണെങ്കിലും അലർജി കൊണ്ടാണെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യാൻ, ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് ഏത് ആൻറ്റിഹിസ്റ്റമീനും കഴിയും. പിന്നെ ഇത് എപ്പോഴും നമ്മളുടെ ഒരു 2-3 ദിവസത്തെ ഓവർ ദ കൗണ്ടർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ അതുപോലെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയല്ല പറയുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങൾ നമ്മളങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടും ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഓൾവേസ് ബെറ്റർ ടു സീക്ക് മെഡിക്കൽ അറ്റൻഷൻ ഓൾവേസ്. പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ഞാൻ അങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ നേസൽ ഡ്രോപ്സ് ആണ്. ഡീകൺജസ്റ്റൻ നേസൽ ഡ്രോപ്സ്. നേരത്തെയൊക്കെ അതൊരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്താൽ മാത്രമേ അത് കിട്ടുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വളരെ ഓവർ ദ കൗണ്ടർ ആയിട്ടും എന്ന് മാത്രമല്ല അത് ടി വിയിൽ പരസ്യങ്ങൾ ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ഒരു കോൾഡിൻ്റെ മെഡിക്കേഷനായിട്ട് ഇതിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡീകൺജസ്റ്റൻ ക്ലാസ് ഓഫ് മെഡിസിൻസ് നമ്മളൊരു ഡ്രോപ്സ് ഓക്സിമെറ്റസോളിൻ, സൈലോമെറ്റസോളിൻ, ആ ഒരു ക്ലാസ് ഓഫ് ആ മെഡിസിൻസ് നമ്മളൊരു 3 ദിവസത്തിൽ അതിനകത്ത് ഉപയോഗിക്കാനേ ഒരു മെഡിക്കൽ അഡ്വൈസിൽ നമ്മൾ പറയാറുള്ളൂ. ഇത് കണ്ടിന്യൂസ്ലി ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ റൈനൈറ്റിസ് മെഡിക്കമെൻറ്റോസ എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അതായത് മൂക്ക് അടഞ്ഞു പോവുക, അങ്ങനെ പെർമനൻ്റ്ലി ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇതേ അലർജിക് റൈനൈറ്റിസിൻ്റെ പോലെ തന്നെയുള്ള അല്ലെങ്കിൽ റൈനൈറ്റിസിൻ്റെ സിംറ്റംസ് ഉണ്ടാവുന്നത് കാണാറുണ്ട്. നീസൽ ബ്ലോക്ക് നല്ല രീതിയിലുണ്ടാവും. അപ്പോൾ അത് അങ്ങനെയുള്ള സാധനങ്ങൾ ഈ ഡീകൺജസ്റ്റൻ ഡ്രോപ്സിൻ്റെ ഉപയോഗമാണ് കുറച്ചും കൂടെ കോഷ്യസ് ആയിട്ട് കാണുന്നത്. പിന്നെ വൺ ഫൈനൽ ക്വസ്റ്റ്യൻ, ഈ വാട്ട് വുഡ് ബി വൺ ഗോൾഡൻ റൂൾ ലൈക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുക സോ ദാറ്റ് വി ക്യാൻ ട്രീറ്റ് ദീസ് അലർജീസ് അല്ലെങ്കിൽ കൺട്രോൾ അലർജീസ് ഓർ റെസ്പിറേറ്ററി? ഓക്കെ, ഒരു വൺ ഗോൾഡൻ റൂൾ ഡിഫിക്കൾട്ട് ടു ഫൈൻഡ്. ബട്ട് ജനറലി വിത്ത് റിഗാർഡ് ടു റെസ്പിറേറ്ററി ഹെൽത്ത്, നമ്മൾ ഒരു ദിവസം 10,000 ലിറ്ററോളം വായു ശ്വസിക്കുന്നുണ്ടെന്നാണ് ഒരു ഏകദേശ കണക്ക്. അപ്പോൾ ഈ നമ്മളുടെ ബാഹ്യമായ എൻവിറോൺമെൻറ്റിലുള്ള എല്ലാ നല്ലതിനെയും ചീത്തയെയും ഡയറക്റ്റ്ലി ഏറ്റുവാങ്ങുന്ന ഒരു ഓർഗൻ സിസ്റ്റമാണ് റെസ്പിറേറ്ററി സിസ്റ്റം. അപ്പോൾ വെഹിക്കിൾ എക്സോസ്റ്റിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ഒരു പരിമിതിയുണ്ട്. പക്ഷെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈക്ക് സ്മോക്കിംഗ്, ഇൻഡോർ പൊല്യൂഷൻ, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഡ്രഗ് യൂസ്, ഇല്ലിസിറ്റ് ഡ്രഗ് യൂസ്, അങ്ങനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെങ്കിലും മാറ്റി നിർത്തുക എന്നുള്ളത് ജനറൽ റെസ്പിറേറ്ററി ഹെൽത്തിന് വളരെ സഹായകരമായിരിക്കും. പിന്നെ പണ്ട് നമ്മൾ പറഞ്ഞിരുന്ന പോലെ ഫ്രഷ് എയർ ആൻഡ് ആഡിക്വേറ്റ് എക്സസൈസ്. പ്രത്യേകിച്ചും ഒരു 8 വയസ്സ് പ്രായം വരെയാണ് നമ്മളുടെ ഈ ആൽവിയോള എന്ന് പറയുന്ന ലങ്സിൻ്റെ ഗ്യാസ് എക്സ്ചേഞ്ച് യൂണിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുകയും ലങ്സ് വികസിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ചും ആ ഒരു പ്രായത്തിൽ കുഞ്ഞുങ്ങളെ ഫ്രീ ആയിട്ട് ഓടി കളിച്ച് വളരാൻ അനുവദിക്കുക. അത് അവരുടെ ലങ് ഹെൽത്തിനെ ലോങ് ടേം ലങ് ഹെൽത്തിന് അത് വളരെ നല്ല ബെനിഫിഷ്യൽ ആയിരിക്കും. പിന്നെ ജനറലി റെസ്പിറേറ്ററി മസിൽസ് അപ് ടു 25 ഇയേഴ്സ് ഓഫ് ഏജ് വരെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നോട്ട് ടു റെസ്ട്രിക്റ്റ് ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ടു ചൈൽഡ്ഹുഡ് ബട്ട് ടു എക്സ്റ്റെൻഡ് ദെയർ ഓഫ്. പക്ഷേ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ലിമിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം ചൈൽഡ്ഹുഡ് ആസ്മ ഒക്കെ ചിലപ്പോൾ കാണും. അതൊരു പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ അറ്റൻഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു കാരണവശാലും നമ്മളുടെ ജീവിതത്തിനെയോ ഫിസിക്കൽ ആക്ടിവിറ്റിയോ ലിമിറ്റ് ചെയ്യാത്ത ഒരു രീതിയിൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും റെസ്പിറേറ്ററി ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഏർലി ആയിട്ട് അഡ്രസ്സ് ചെയ്യുക. അലർജീസിൽ ജനറലി നമുക്ക് വളരെ നല്ല രീതിയിൽ സിംറ്റത്തിനെ കൺട്രോൾ ചെയ്ത് ഒരു ടോട്ടലി നോർമലായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അത് ആസ്മ ആവട്ടെ, മറ്റേത് ഫോം ഓഫ് അലർജി ആവട്ടെ. അപ്പോൾ അതുകൊണ്ട് അത്രയും ഇഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കുമ്പം നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പം ഐഡൻറ്റിഫൈ ഏർലി, ട്രീറ്റ് ഏർലി, ലിവ് ഫ്രീ ഓഫ് അലർജീസ്. താങ്ക് യു ഡോക്ടർ. നിങ്ങൾക്ക് ഈ ഡിസ്കഷൻ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഡു റിമെമ്പർ, എത്രയും നേരത്തെയുള്ള ഡയഗ്നോസിസ് ആൻഡ് എക്സ്പേർട്ട് മെഡിക്കൽ ഒപ്പീനിയൻ ഒരു ബെറ്റർ ലൈഫ് നേടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. Until next time, take care and breathe well.